നേതാവ് വി ഡി സതീശൻ സംസാരിച്ചു നിൽക്കെ നിയമസഭയിൽ ബഹളങ്ങളുണ്ടായി. അതിൽ ക്ഷുഭിതനായി പ്രതിപക്ഷ നേതാവ് ഇരിക്കുകയാണ്. സ്പീക്കർ പറഞ്ഞിട്ടും ഭരണപക്ഷം ശാന്തമാകുന്നില്ല എന്നാണ് നമുക്ക് മനസ്സിലാകുന്നത്. കൂത്താട്ടുകുളത്തുണ്ടായ സംഭവത്തിലാണ് ഇപ്പോൾ നിയമസഭയിൽ പ്രതിപക്ഷ നേതാവ് സംസാരിച്ചത്. അവിടെ സീറ്റിലിരിക്കെ അവര് വെളിയിലിറങ്ങിയിട്ട് നിങ്ങൾ അവിടെ പോയിരിക്കെ. അവിടെ ഇരിക്കെ പ്ലീസ്. യെസ് നിങ്ങളൊന്ന് ചെയറിലേക്ക് ചെല്ല്. യെസ് അങ്ങ് ചെയറിലേക്ക് ചെല്ല്. യെസ് സർ, ഇത് നമ്മുടെ ഒരു സിവിലൈസ് സൊസൈറ്റിയാണ്, ഒരു പരിഷ്കൃത സമൂഹമാണ് കേരളം. ആ കേരളത്തിൽ ന്യായമായ സംരക്ഷണം സ്ത്രീകൾക്കും എല്ലാവർക്കും നീതിയുടെ സംരക്ഷണം കൊടുക്കേണ്ട പോലീസാണ് ഈ വൃത്തികേടിന് കൂട്ടുനിന്നത്. സാർ, പോലീസ് സേന ഇത്രമാത്രം അധപ്പതിക്കാമോ? സാർ, കാക്കിയിട്ടുകൊണ്ട് ഈ വൃത്തികേടിന് കൂട്ടുനിൽക്കാമോ? അങ്ങല്ലേ പോലീസിന്റെ ഭരണാധികാരി, അങ്ങയുടെ കീഴിലുള്ള. പ്ലീസ് അദ്ദേഹം സംസാരിച്ച് കൺക്ലൂഡ് ചെയ്യട്ടെ പ്ലീസ്. യെസ് അങ്ങ് സംസാരിച്ചോ പ്ലീസ്. അങ്ങ് സംസാരിച്ചോ. സാർ, ഇതാണോ നീതി? നിങ്ങൾ അവിടെ ഇരുന്നോന്ന് ഇഗ്നോർ ചെയ്ത് സംസാരിച്ചു പോയിക്കോട്ടെ. യെസ് അങ്ങ് സംസാരിച്ചോ. അവരെ ഇഗ്നോർ ചെയ്തോ. യെസ് അവിടെ ഇരിക്കെ. യെസ് അങ്ങ് സംസാരിച്ചോ. യെസ് സാർ, പാർട്ടി ഏരിയ കമ്മിറ്റി സെക്രട്ടറിയാണ് ഇതിൻ്റെ അകത്ത് ഒന്നാം പ്രതി. അങ്ങ് സംസാരിക്കുക. അതെന്താ നിങ്ങൾ എന്നോട് സംസാരിക്കാൻ പറയാ? അല്ല, ഞാൻ ചോദിക്കുന്ന ആരും മിണ്ടുന്നില്ല, പിന്നെ എന്ത് ചെയ്യാൻ പറ്റും? ഒന്നിക്കെ നിങ്ങൾ സംസാരിക്കാതിരിക്കുക. എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? ചെയറിന് അങ്ങ് കൺക്ലൂഡ് ചെയ്യ്. സ്പീക്കർ പറഞ്ഞിട്ട് കേൾക്കുന്നില്ല, എന്ത് ചെയ്യാൻ പറ്റും? യെസ് അവിടെ ഇരിക്കെ. യെസ് നിങ്ങളൊന്ന് ചെയറിൽ ചെല്ല്. ഒപ്പോസിഷൻ അങ്ങ് ചെയറിൽ ചെല്ല് പ്ലീസ്. ചെയറിൽ പോയിരിക്കെ. യെസ് ചെയറിൽ പോയിരിക്കെ. പ്ലീസ്. നിയമസഭയിൽ ഇപ്പോൾ ബഹളം നടക്കുകയാണ്. ആർ ശ്രീജിത്ത് നമുക്കൊപ്പം ചേരുന്നു. ശ്രീജിത്ത്, എന്താണ് നിയമസഭയിൽ നടക്കുന്ന അസാധാരണ സംഭവം? SKN നിയമസഭയിൽ ഭരണപക്ഷ പ്രതിപക്ഷ ബെഞ്ചുകൾ തമ്മിലുള്ള ബഹളത്തെ തുടർന്ന് പ്രതിപക്ഷ നേതാവിൻ്റെ പ്രസംഗം ഇടയ്ക്കിടയ്ക്ക് തടസ്സപ്പെട്ടിരുന്നു. ഈ തടസ്സപ്പെടുന്ന പ്രസംഗം നിയന്ത്രിക്കാൻ സ്പീക്കർ എൻ ഷംസീർ പലതവണ ശ്രമിച്ചെങ്കിലും ഭരണപക്ഷ ബെഞ്ചിൽ നിന്നുള്ള ബഹളം ശമിച്ചില്ല. ഇതിനിടയ്ക്ക് പ്രതിപക്ഷ നേതാവ് സംസാരിക്കാതെ ക്ഷുഭിതനായി പേപ്പർ വലിച്ചെറിഞ്ഞുകൊണ്ടാണ് അദ്ദേഹം ക്ഷോഭം പ്രകടിപ്പിച്ചത്. തന്നോട് എന്ത് തെമ്മാടിത്തരമാണ് ഈ സഭയിൽ നടക്കുന്നത് എന്നായിരുന്നു പ്രതിപക്ഷ നേതാവിൻ്റെ പരാമർശം. ആ പരാമർശം ശരിയായില്ല എന്ന് സ്പീക്കർ എൻ ഷംസീർ പറഞ്ഞു. എന്നാൽ ചെയറിനോട് പ്രതിഷേധം പ്രകടിപ്പിക്കാൻ പാടില്ല എന്ന് പ്രതിപക്ഷ നേതാവ് തിരിച്ചു ചോദിച്ചു. അത് പഴയ ചട്ടങ്ങൾ പരിശോധിച്ചാൽ അക്കാര്യം സ്പീക്കർക്ക് മനസ്സിലാകുമെന്നും പ്രതിപക്ഷ നേതാവ് പറഞ്ഞു. തുടർന്ന് മുഖ്യമന്ത്രിയും എഴുന്നേറ്റു. ചെയർ ബഹളത്തിന് ാണ് പ്രേക്ഷകർ ഇപ്പോൾ കാണുന്നത്. സ്പീക്കർ എൻ ഷംസീർ സഭ നിയന്ത്രിക്കാൻ ശ്രമിക്കുന്നുവെങ്കിലും ബഹളങ്ങൾ ഒടുങ്ങുന്നില്ല. പ്രതിപക്ഷ നേതാവ് ഉണ്ടാക്കുന്നത് ഒന്നാം പ്രതി ഏരിയ കമ്മിറ്റി സെക്രട്ടറിയാണ്, രണ്ടാം പ്രതി മുനിസിപ്പൽ ചെയർപേഴ്സണാണ്, മൂന്നാം പ്രതി മുനിസിപ്പൽ വൈസ് ചെയർമാനാണ്, നാലാം പ്രതി ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിയാണ്. എന്താണ് ആക്ഷേപം എഴുതിയിരിക്കുന്നത്? 7 വർഷം വരെ തടവ് ശിക്ഷ കിട്ടാൻ പറ്റിയ കുറ്റമാണ് നിങ്ങളുടെ പാർട്ടി നേതാക്കൾ ചെയ്തത്. ഒരു സ്ത്രീയോട് പരസ്യമായി പട്ടാപ്പകൽ ചെയ്തിട്ട് ഈ പോലീസിന്റെ ഉത്തരവാദിത്വമുള്ള മുഖ്യമന്ത്രി വന്ന് അതിനെ ഒരു കാലുമാറ്റം എന്ന തരത്തിൽ ലഘൂകരിക്കാൻ ശ്രമിച്ചത്. സാർ, ഇത് കൗരവസഭയിൽ പണ്ടുണ്ടായപ്പോൾ അന്ന് ദുശാസനന്മാരായിരുന്നു.
ഇന്ന് ഈ കാര്യം സംസാരിക്കുമ്പോൾ, നിങ്ങൾ ബഹളമുണ്ടാക്കുമ്പോൾ നിങ്ങൾ ചരിത്രത്തിൽ അഭിനവ ദുശാസന്മാരായി മാറും എന്ന് മറക്കണ്ട. ഈ സംഘം കൺക്ലൂഡ് ചെയ്യുന്നുണ്ടോ? സർ, ഞാൻ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി, അങ്ങേക്ക് പ്രമേയം അവതരിപ്പിക്കാവുന്നതാണ്.